നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ മുൻതൂക്കം UDF-നെ പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു. അടിത്തറ നഷ്ടപ്പെട്ട തിരുവനന്തപുരത്ത് പോലും 10 സീറ്റിൽ നിന്നും 19 സീറ്റിലേക്ക് കോർപ്പറേഷനിലെ കക്ഷിനില ഉയർത്താൻ UDF-ന് സാധിച്ചു. കൊല്ലത്ത് ഭരണം അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല, കിട്ടി. കോഴിക്കോട് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും നേരിയ സീറ്റുകൾക്കാണ് നഷ്ടപ്പെട്ടത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF-ന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെട്ടു. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരുകയായിരുന്നു. മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാപനം പോലും UDF-ന് നഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനേറെ കോൺഗ്രസിന്റെ അടിത്തറ പണ്ടേ നഷ്ടപ്പെട്ട കോഴിക്കോട് പോലും അവർ മുൻപിലെത്തി. മധ്യ തിരുവിതാംകൂറിൽ, അതായത് പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും ഇടുക്കിയിലുമൊക്കെ UDF-ന്റെ വലിയ കുതിപ്പുണ്ടായി. അങ്ങനെ അടിമുടി UDF-ന് അനുകൂലമായൊരു അന്തരീക്ഷം രൂപപ്പെട്ടു. ഈ അന്തരീക്ഷം UDF-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, തുല്യനിരയിലെങ്കിലും എത്തണം എന്നായിരുന്നു UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് UDF-കാർക്ക് വേണ്ടെങ്കിലും ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ LDF-നെ മടുത്തു, നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചധികാരത്തിൽ വരൂ. അതിന്റെ പ്രതിഫലനമാണ് സംഭവിച്ചത്. ഇതിനെ അട്ടിമറിക്കാൻ പിണറായി പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. അത് പിണറായി എന്ന രാഷ്ട്രതന്ത്രജ്ഞന്റെ മിടുക്കാണ്. അവർ ശ്രമിക്കട്ടെ. UDF ആവട്ടെ അധികാരം ഉറച്ചു എന്ന് സൂചന കിട്ടിയതോടെ മതിമറന്ന് ആഹ്ലാദിച്ച് പരസ്പരം വെട്ടാനും തുടങ്ങിയിട്ടു. അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കൊച്ചി കോർപ്പറേഷന് വലിയ വിജയം കൈവരിച്ചിട്ടും നേരത്തെ പറഞ്ഞ മേയറെ തെരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിയാത്തത്. മേയർ ആകുമെന്ന് കണക്കാക്കപ്പെട്ടതും അതിനുവേണ്ടി മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയതും ദീപ്തി മേരി വർഗീസ് എന്ന AICC അംഗത്തെയാണ്. ദീപ്തി മേരി വർഗീസിന് 30 വർഷത്തിലധികം രാഷ്ട്രീയ പരിചയമുണ്ട്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ അർഹതയുണ്ടായിട്ടും പലതവണ നിഷേധിക്കപ്പെട്ടു. ഇവിടെ ഏറ്റവും ഒടുവിൽ തൃക്കാക്കരയിൽ അവർക്ക് സീറ്റ് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷെ ഉമാ തോമസിനെ അവസാന നിമിഷം ഇറക്കി. AICC അംഗം മാത്രമല്ല, KPCC ജനറൽ സെക്രട്ടറിയുമാണ്. ആ ദീപ്തി മേരി വർഗീസിന്റെ നേതൃത്വത്തിലാണ് കൊച്ചി കോർപ്പറേഷനിൽ വലിയ മത്സരം കാഴ്ചവെച്ചതും വലിയ നേട്ടം കൈവരിച്ചതും. പക്ഷേ വിജയം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഹൈബി ഈഡൻ കുത്തിത്തിരിപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹൈബി ഈഡന് പണ്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ച ഒരു സ്ത്രീയെ മേയറാക്കാൻ ആഗ്രഹം. അതിനുവേണ്ടി ലത്തീൻ കത്തോലിക്ക വേണം എന്ന വാദം ഉന്നയിച്ച് രംഗത്തുണ്ട്. വാസ്തവത്തിൽ ഈ സ്ത്രീയും ലത്തീൻ കത്തോലിക്കയിൽ അവരുടെ ഭർത്താവ് ലത്തീൻ കത്തോലിക്കനാണ്. സഭയുടെ വലിയ സമ്മർദ്ദമുണ്ട്. ഈ സഭയുടെ സമ്മർദ്ദമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈബി ഈഡൻ ദീപ്തി മേരി വർഗീസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഓരോ നീക്കവും വാസ്തവത്തിൽ UDF-ന് വിജയ സാധ്യതയില്ലാതാക്കും. ഇത്തരത്തിൽ പല നാടകങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ഇതിന്റെ വിശദമായ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ UDF തന്നെ കണ്ണു തള്ളിപ്പോകുന്നു. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഉണ്ടായതിനേക്കാൾ വലിയ നേട്ടമാണ് 2025 UDF-നുണ്ടായത്. 2020 LDF-ന്റെ തിളക്കം കുറഞ്ഞ നേട്ടത്തെക്കാൾ വലിയ നേട്ടം അവർ നിയമസഭയിൽ ഉണ്ടാക്കിയെങ്കിൽ 2025 ഈ തിളക്കമേറിയ നേട്ടം UDF-ന്റെ നിയമസഭാ സാധ്യത വർദ്ധിപ്പിക്കില്ലേ എന്നാണ് ചോദ്യം. മനോരമ വിശദമായി തന്നെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു 80 സീറ്റ് UDF-നും 58 സീറ്റ് LDF-നും 1 മുതൽ 3 സീറ്റ് വരെ NDA-ക്കും കിട്ടാനുള്ള സാധ്യതയാണുള്ളതെന്ന്. അതിന് തുടർച്ചയായി അവർ പറയുന്നു UDF-ന് ഏതാണ്ട് 7.5 ലക്ഷം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികമായി ലഭിച്ചു, കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ. അതായത് 3.5% കൂടുതൽ വോട്ടുകൾ UDF-ന് ഇക്കുറി കിട്ടിയിട്ടുണ്ട്. 2020 LDF-ന് UDF-നേക്കാൾ 5,40,000 വോട്ടുകളാണ് അധികം കിട്ടിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നേക്കാൾ 7.5 ലക്ഷം വോട്ടുകൾ UDF-ന് അധികമായി കിട്ടി. അതായത് 2020 LDF-ന് എങ്ങനെ അനുകൂലമായിരുന്നുവോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനേക്കാൾ അനുകൂലമാണ് UDF-ന് ഈ വർഷം എന്നർത്ഥം. ഈ കണക്ക് അവർ തയ്യാറാക്കിയത് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും പരിഗണിച്ചാണ്. അപ്പോൾ ഒറ്റ വോട്ട് മാത്രമേ പരിഗണിക്കൂ. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒഴിവാക്കി. മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ വോട്ട് ചെയ്യുന്നവർക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ടവകാശമില്ല. അതുകൊണ്ട് അവരുടെ ഒരു വോട്ട് മാത്രമാണ് പരിഗണിക്കുന്നത്. നഗരങ്ങളിൽ താമസിക്കുന്നവരുടെയൊക്കെ വോട്ട് പരിഗണിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലെയും വോട്ടെടുത്തുകൊണ്ടാണ്. ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ വോട്ട് പരിഗണിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലെ വോട്ടെടുത്തുകൊണ്ടും. ഗ്രാമപഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും വോട്ട് പരിഗണിച്ചിട്ടില്ല. അതായത് ജില്ലാ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും വോട്ടുകൾ എടുത്തുകൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തിയപ്പോൾ അത് രാഷ്ട്രീയ വോട്ടായി കണക്കാക്കാം. കാരണം ഗ്രാമപഞ്ചായത്തുകളിൽ പലപ്പോഴും വ്യക്തിപരമായ സൗഹൃദങ്ങളുടെ പുറത്തായിരിക്കും രാഷ്ട്രീയ നോക്കിയാവില്ല വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കി. എന്നിട്ട് ജില്ലാ പഞ്ചായത്തുകളിലെ വോട്ട് എടുക്കുന്നു. ഈ 3 വോട്ടുകളും ചേർക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ പേരുടെയും വോട്ട്, ഒരു വോട്ട് കണക്കിൽപ്പെടുന്നുണ്ട്.
അങ്ങനെ ഇതിനെ രാഷ്ട്രീയ വോട്ടായി കണക്കാക്കി രൂപപ്പെടുത്തിയ ഈ റിപ്പോർട്ടിൽ പറയുന്നു, കഴിഞ്ഞ തവണ UDF നേടിയത് 79,07,000 വോട്ടുകളായിരുന്നു. എന്നാൽ ഇക്കുറി 89,69,000 വോട്ടുകൾ നേടി. അതായത് 10,62,000 വോട്ടുകൾ 2020 കൂടുതലായി ഇക്കുറി UDF നേടി. എന്നാൽ LDFന് കഴിഞ്ഞ തവണ 84,48,000 വോട്ടുകളായിരുന്നു. ഇക്കുറി അത് 82,16,000 കുറഞ്ഞു. എന്ന് വെച്ചാൽ 2,32,000 കുറഞ്ഞു എന്നർത്ഥം. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDF നേടിയ വോട്ടിനേക്കാൾ 2,32,000 വോട്ട് കുറഞ്ഞപ്പോൾ UDFന് 10,62,000 വോട്ട് കൂടി. ഇത്തവണ നേടിയ LDFന്റെയും UDFന്റെയും വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം 7.5 ലക്ഷമാണ്. അതേസമയം NDAയുടെ BJPയുടെ വോട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ 31,60,000 വോട്ടായിരുന്നു BJP നേടിയതെങ്കിൽ ഇക്കുറി 32,17,000 വോട്ട് നേടി. BJP എല്ലായിടത്തും മത്സരിച്ചിട്ടില്ലെന്ന് ഓർക്കണം. എന്നിട്ടും BJPക്ക് ഏതാണ്ട് 50,000-ലധികം വോട്ടുകൾ അധികം ശേഖരിക്കാൻ കഴിഞ്ഞു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് UDFന് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, തൃശൂർ LDFന് നേട്ടം ചെയ്യാൻ കഴിഞ്ഞു. മലപ്പുറത്ത് മാത്രം UDFന് 6 ലക്ഷം അധിക വോട്ടാണ് ഇക്കുറി നേടിയത്. 15,73,000 വോട്ട് UDF മലപ്പുറത്ത് നേടിയപ്പോൾ LDFന്റെ വോട്ട് 9,70,000 10 മന്ത്രിമാർ അപകടകരമായ അവസ്ഥയിലാണെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിൽ 5 പേരുടെ നില പരിങ്ങലിലാണ്. റോഷി അഗസ്റ്റിൻ, അബ്ദുൾ റഹ്മാൻ, വീണ ജോർജ്, OR കേളു, P രാജീവ് എന്നിവരുടെ അവസ്ഥ ദയനീയമാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ, MP രാജേഷ്, ശിവൻകുട്ടി, ഗണേഷ് കുമാർ വാസവൻ ഈ മന്ത്രിമാരുടെയും വോട്ടിംഗ് നില വിജയത്തിനും താഴെയാണ്. UDFന് 42.93% വോട്ട് കിട്ടിയപ്പോൾ LDFന് 39.33% വോട്ട്. BJPക്ക് 15.40 വോട്ടും നേടാൻ കഴിഞ്ഞു. BJPക്ക് അടുത്ത നിരാശയുണ്ട്. കാരണം BJPക്ക് ഏതാണ്ട് 1,300 വാർഡുകളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇക്കുറി അത് മെച്ചപ്പെടുത്തി 1,900-ഓളം എത്തിച്ചു. 13 പഞ്ചായത്തുകളിൽ നിന്ന് 26 ഉയർത്തി. പക്ഷേ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഏതാണ്ട് 600-ഓളം വാർഡുകൾ നഷ്ടപ്പെട്ടു പോയി. പുതിയ വാർഡുകൾ പിടിച്ചെടുത്താണ് മാനം രക്ഷിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന പകുതിയോളം വാർഡുകൾ നഷ്ടപ്പെട്ടു പോയി. അതിൽ BJPക്ക് കടുത്ത നിരാശയുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയത്രയും വോട്ട് നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ BJP ഒരു കാര്യം തിരിച്ചറിയുന്നു, നഗരങ്ങളിലാണ് BJPയുടെ സാന്നിധ്യം, ശക്തി വളരുന്നതെന്ന്. 93 കോർപ്പറേഷൻ വാർഡുകളിൽ BJP ജയിച്ചപ്പോൾ 65 അവർ രണ്ടാമതെത്തി. നഗരസഭകളിൽ 324 ജയിച്ചപ്പോൾ 500-ഓളം രണ്ടാമതെത്തി. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ ഏതാണ്ട് 35 നിയമസഭാ മണ്ഡലങ്ങളിൽ, നഗരത്തിലുള്ള 35 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒന്നാമതോ രണ്ടാമതോ എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ 35 സീറ്റുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം, നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജയം സ്വായത്തമാക്കാം എന്നാണ് BJPയുടെ തന്ത്രം. ഇതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ കയറുന്ന ഒന്നാണ്. എന്തായാലും വോട്ടിംഗ് പാറ്റേൺ കുറച്ചുകൂടി വിശദമായി നോക്കാം. എറണാകുളത്ത് 1,41,000 വോട്ടുകളാണ് UDF അധികമായി നേടിയത്. കോട്ടയത്ത് 64,591, ഇടുക്കിയിൽ 63,249, കോഴിക്കോട് 58,545, കാസർഗോഡ് 58,477, പത്തനംതിട്ടയിൽ 43,305, വയനാട്ടിൽ 47,300 എന്നിങ്ങനെയാണ് UDFന് മറ്റു ജില്ലകളിൽ LDFനേക്കാൾ കൂടുതൽ വോട്ടുള്ളത്. LDFന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കണ്ണൂരിൽ 83,041 വോട്ട്, തൃശ്ശൂരിൽ 67,714 വോട്ട്. ഇത് BJP നിരാശപ്പെടുത്തുന്നുണ്ട്. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയം നേടിയതെന്ന് ഓർക്കണം. പക്ഷേ LDFനാണ് അവിടെ ഭൂരിപക്ഷം. പാലക്കാട്ട് 65,406, തിരുവനന്തപുരത്ത് 43,137, കൊല്ലത്ത് 39,746, ആലപ്പുഴയിൽ 30,951. ഇതൊക്കെയാണ് LDFന് മുൻതൂക്കമുള്ള സ്ഥലങ്ങൾ. ഇനി നമ്മൾ വോട്ട് ശതമാനം കൂടി നോക്കുക. ഞാൻ ആദ്യം UDFന്റേത്, രണ്ടാമത് LDFന്റേത്, മൂന്നാമത് NDAയുടേത്, ഇങ്ങനെയാണ് കണക്ക് പറയുന്നത്. വോട്ട് ശതമാനം നോക്കുക. തിരുവനന്തപുരത്ത് LDFനാണ് മുൻതൂക്കം, 35.16% UDF, 37.37% LDF, 25.08% NDA. കൊല്ലത്ത് 38.41%, 40.99%, 19.35%. എന്ന് വെച്ചാൽ കൊല്ലത്തും LDFന് തന്നെയാണ് മുന്നേറ്റം. പത്തനംതിട്ട 43.19, 36.32, 19.47. പത്തനംതിട്ടയിൽ UDFന് വലിയ മുന്നേറ്റം, അതായത് ഏതാണ്ട് 7%-ലധികം മുന്നേറ്റമുണ്ട്. ആലപ്പുഴ 38.01, 40.33, 20.38. ആലപ്പുഴയിൽ LDFനാണ് മുന്നേറ്റം.
കോട്ടയം 43.62, 38.07, 15.89. കോട്ടയത്ത് UDFിനാണ് മുൻതൂക്കം. ഇടുക്കി 47.96, 38.32, 10.90. ഇടുക്കിയിൽ ഏതാണ്ട് 10% UDFിന് മുന്നേറ്റമുണ്ട്. എറണാകുളം 47.86, 40.08, 6.0, അതായത് BJPക്ക് 6.0. തൃശ്ശൂരിൽ 37.21, 40.61, 20.39. പാലക്കാട് 38.43, 41.95, 18.11. മലപ്പുറത്ത് 56.18, 34.745, 6.97. അതായത് 22% വോട്ടിന്റെ വ്യത്യാസമാണ് മലപ്പുറത്ത് UDFും LDFും തമ്മിലുള്ളത്. കോഴിക്കോട് 43.57, 40.74, 13.04. ഏതാണ്ട് 3% UDFിനാണ് മുന്നേറ്റം. വയനാട് 46.84, 37.42, 14.49. കണ്ണൂരിൽ 40.45, കാസർഗോഡ് 42.74, 35.75, 19.89. ഇവിടെ BJPയുടെ വോട്ടിംഗ് പാറ്റേൺ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ വോട്ട് BJP നേടിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്, 25.08. രണ്ടാമത് തൃശ്ശൂരാണ്, 20.39. മൂന്നാമത് ആലപ്പുഴയിലാണ്, പാലക്കാടല്ല, 20.38. നാലാമത് കാസർഗോഡാണ്, 19.89. അഞ്ചാമത് പത്തനംതിട്ടയാണ്, 19.47. ആറാമത് കൊല്ലമാണ്, 19.35. ഏഴാം സ്ഥാനം മാത്രമാണ് പാലക്കാടിനുള്ള 18.11. അതായത് BJPയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ് എന്നാണ് പറയുന്നത്. തെറ്റാണ്. ഇനി അത് പറയുമ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കാസർഗോഡ്, പത്തനംതിട്ട, കൊല്ലം എന്ന നിലയിൽ പറയേണ്ടിയിരിക്കുന്നു. പാലക്കാടിനേക്കാൾ മുകളിലാണ് ഇവയെന്ന് ഓർക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, BJPക്ക് ഏറ്റവും കുറച്ച വോട്ട് മലപ്പുറത്തല്ല, നേരെ മറിച്ച് എറണാകുളത്താണ്. എറണാകുളത്ത് കേവലം 6.01% മാത്രമാണ് BJP നേടിയത്. 6.97% ഏറ്റവും കുറഞ്ഞ വോട്ടിൽ രണ്ടാമത് ആണ് മലപ്പുറം. 10% താഴെ വോട്ട് BJP നേടിയിരിക്കുന്നത് മലപ്പുറത്തും എറണാകുളത്തും മാത്രമാണ്.